ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടോ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചത് എന്താ അറിയോ, ഇതാണെന്ന് നമുക്ക് ചോറിനുള്ള കൂട്ടാൻ. അപ്പോൾ ഇതെന്താ അറിയോ, ഇത് കൂനാണ് കേട്ടോ. ഇത് കൂൺ കിട്ടിയതും കൂൺ നന്നാക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നല്ല തിരക്കായി പോയിട്ടോ രാവിലെ, അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണെന്ന് എനിക്കുള്ള ചോറിനുള്ള കൂട്ടാൻ കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ കൂൺ കറി, നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായി വരുന്നതല്ലേ കൂനില്ലേ. പിന്നെ കഷ്ണമീൻ വറുത്തതുണ്ട് ഇനി. അപ്പോൾ എനിക്ക് മീനൊന്നും വേണ്ട കേട്ടോ, എനിക്ക് ഈ ഒരു കൂങ്കറി മാത്രം മതി ചോറ് വയ്ക്കാൻ. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്രാവശ്യം ഫസ്റ്റ് കിട്ടുവാണ് കേട്ടോ കൂന്. ചെറിയ കൂന്, അങ്ങനെ അരിക്കൂന് പറയില്ലേ, അങ്ങനത്തെ കൂനാണ് കേട്ടോ. അപ്പോൾ എന്താ അത് കുറച്ച് പറന്നാണ് ചോറ്റയ്ക്ക്. അപ്പോൾ ചോറും കൂനൊക്കെ കഴിക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഈ ഒരു കൂങ്കറിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ് ഇതിൻ്റെ. ഇത് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ കുറച്ച് അധികമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എള്ളും കടലയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടില്ലേനോ, അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ പണിയാണ്. അപ്പം ഇനി അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വൈകുന്നേരം അസർ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിക്ക് വന്നത്. അപ്പോൾ വൈകുന്നേരം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ, അതായത് വെള്ളിയാഴ്ച കേട്ടോ, രാവിലെ നമുക്കിത് കൊറിയർ അയക്കും ചെയ്യാം. ഫുഡ് ഐറ്റംസ് അല്ലേ, കുറേ ദിവസം അങ്ങനെ വെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്നാലും ഞാൻ നല്ലോണം വറുത്ത് പൊടിച്ച് നല്ല വൃത്തിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിലോ എള്ള്, കടല, അതേപോലെ ബദാം, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റിലാട്ടോ നമ്മളിത് ഉണ്ടാക്കുക. ഇത് കഴിക്കാൻ എല്ലാവർക്കും കഴിക്കാം. പിന്നെ പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുക, ഗർഭിണികൾക്കും അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കണ അമ്മമാർക്കും കുട്ടികൾക്ക് പാലൊക്കെ ഉണ്ടാവാനൊക്കെ അങ്ങനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് അതേപോലെ വളർച്ചയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടോ. വയസ്സറിയിക്കണ പെൺകുട്ടികൾക്ക്, അതേപോലെ സുന്നത്തല്യാണം കഴിച്ചെടുക്കണ ആൺകുട്ടികൾക്ക്. ആൺകുട്ടികൾ പെൺകുട്ടികളെന്നൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കാം. അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് മുടിക്കൊക്കെ നല്ലതാണ് ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ പൊടിച്ച് ചേർത്താൽ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയൊക്കെ നെയ്യിൽ വറുത്ത് പൊടിച്ചൊക്കെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിട്ട് ഓരോരുത്തർ അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കേട്ടോ നമുക്ക് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അടുത്ത വീട്ടിൽ നിന്ന്. അപ്പോൾ ആ ചക്കമ്മ പണിയെടുക്കാൻ നിന്നാൽ എൻ്റെ പണി കഴിയൂല. അപ്പോൾ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി മക്കളോട്. അപ്പോൾ മഞ്ജുമോള് പോയാണ്ട്, മഞ്ജുമോൾക്ക് ചക്ക കണ്ട അത്രയ്ക്ക് ഇഷ്ടാട്ടോ. പിന്നെ ചായക്ക് കടി പാവ് കൂടെ പഴംപൊരി ഉണ്ടാക്കണമുണ്ട്. അപ്പം ഓളന്നെ പോയാണ്ട് ചക്കയ്ക്ക് ഇരിഞ്ഞുകൊണ്ടെന്നാ. ഞാൻ ഇന്നൊരു ചോളം എടുത്തിട്ടാണ് എന്നോടാ പറയുന്നത് കേട്ടോ. അമ്മച്ചിക്ക് ഇരിഞ്ഞു വെക്കാം നേരല്ലേ ഇനിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ചക്ക എനിക്ക് കൈമലാക്കാൻ ഭയങ്കര മടിയാട്ടോ. എന്നാലും ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഇതേപോലെ ധൃതിയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ അയിമക്കാവും നമ്മളെ ശ്രദ്ധ. അപ്പം ഇന്ന് ഇതെന്തായാലും സെറ്റാക്കണം. കുറേ ദിവസത്തേക്കണം ഒരു ഓർഡറൊക്കെ തന്നിട്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എള്ളിതാ ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലോണം കഴുകിയെടുക്കണം. എള്ളറിയാലോ, എള്ളിൽ എന്താ പറയുക, നല്ലോണം അഴുക്കുണ്ടാവും. അപ്പം ആ വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ ഇതാട്ടോ ഐഫക്കുട്ടി മഞ്ജുമോളും കൂടിയിട്ട് ആ ചക്കയൊക്കെ ഇരിഞ്ഞു കൊണ്ടുവന്നു കേട്ടോ. നല്ല മധുരമുള്ള ചക്ക. അപ്പോൾ ഷുഗറൊക്കെ ഇപ്പോൾ എന്താണാവോ പാട്, കുറച്ച് ദിവസത്തേക്കണം കേട്ടോ നോക്കിയിട്ടൊക്കെ. അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ ഞാനും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചക്കയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം ഇങ്ങനത്തെ പണിയൊക്കെ എടുത്താൽ എന്താ പറയുക, വൈകുന്നേരം നമുക്ക് വല്ലാതെ കിച്ചണിൽ പരിപാടിയൊന്നും ഉണ്ടാവില്ലല്ലോ. ചോറും കൂട്ടാനൊക്കെ രാവിലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾ വരുമ്പോൾ ചായക്ക് കടി ഉണ്ടാക്കാനുള്ളത് ഞാൻ പഴംപൊരിക്ക് മാവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാബു പഴംപൊരി ഉണ്ടാക്കണമുണ്ട്. കുട്ടികൾ സ്കൂളിട്ട് വന്നൊക്കെ ചെയ്തിക്കണ്. എന്നാലും നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാട്ടോ ഞാൻ എള്ളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതും പല ആൾക്കാരും പല രീതിയിൽ ഉണ്ടാക്കും. ഇതിപ്പോൾ ഞങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മ ഇതേപോലെ ഉണ്ടാക്കി തന്ന അത് കണ്ടു പഠിച്ചതാണ് കേട്ടോ ഞാൻ. അതേപോലെ തന്നെ നമ്മളെ കുട്ടികളെ മുഖത്തൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഈ വെള്ള പുള്ളിയൊക്കെ ഉണ്ടാവില്ലേ, കാൽസ്യക്കുറവൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ കൊടുത്താൽ അതൊക്കെ പോകട്ടോ. അതേപോലെ അത് കുട്ടികൾക്ക് ഒരു ഇഷ്ടമാവാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ശർക്കരയൊക്കെ നല്ലോണം ഇട്ടാണ് ഉണ്ടാക്കുക. പിന്നെ അതേപോലെ കടല വറുത്തതും ബദാമും അണ്ടിപ്പരിപ്പൊക്കെ അല്ലേ ചേർക്കുന്നത്. എള്ളിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു കയ്പ്പ് ഉണ്ടാവുക. അപ്പോൾ എള്ളിൻ്റെ കയ്പ്പില്ലാതെക്കാൻ
എള്ളിനെക്കാട്ടിലും കുറച്ചധികം കടലയൊക്കെ എടുത്താൽ മതി. ഇതൊക്കെ ചെല്ലുമ്പോൾ പിന്നെ തേങ്ങ ചിരവിയതും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കുമ്പം. അപ്പോൾ കുട്ടികളങ്ങനെ വെറുപ്പൊന്നും കാട്ടാതെ തന്നെ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിച്ചോളും. അപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ ഓരോ ബോൾസ്, ഇത് ബോൾസ് ആക്കിയിട്ടാട്ടോ ഞാൻ അത് കൊടുക്കണത്. അങ്ങനെ ഓരോ ബോൾസൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ്. നല്ലൊരു ഉഷാറൊക്കെ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. പിന്നെ തടിയൊന്നും ചിലപ്പോൾ വെച്ചോളണമെന്നൊന്നുമില്ല കേട്ടോ. എന്നാലും ഒന്നും ഇങ്ങോട്ട് കണ്ണു മുറക്കുന്നത് നന്നാവും. തടി അല്ലെങ്കിലും കുട്ടികൾ അധികം തടി വെക്കാതൊക്കെ നല്ലത്. പിന്നെ തടി എനിക്കും അങ്ങനത്തെ പൂതിയില്ല കേട്ടോ, തടി വെക്കാനൊന്നും പൂതിയില്ല കുട്ടികൾ. പക്ഷേ കണ്ണും മോറൊക്കെ ഒന്ന് നന്നായി ഒരു ചോരി അങ്ങനെ പറയില്ല നമ്മൾ, ചോരി നീരും ഇല്ലാത്ത പോലെ കാരണം ചില കുട്ടികളെ മുഖത്തൊക്കെ നോക്കിയാൽ നമ്മൾ തിന്നാൻ കൊടുക്കാത്ത പോലെ അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഓരോ ഫുഡിലെല്ലാം ഓൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതെന്താ വെച്ചാൽ ഇവർക്ക് എല്ലാം പറ്റൂലല്ലോ. ഇവിടെ എൻ്റെ മഞ്ജുമോളെ കാര്യം അങ്ങനെയാണ് കേട്ടോ, എന്തെന്തും പറ്റൂല. അപ്പോൾ നമ്മൾ പച്ചക്കറി കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറിൻ്റെ വെള്ളം മാത്രം എടുക്കുള്ളൂ, ഒരു കഷ്ണം അതിൽ പെടാൻ പാടില്ല. അതേപോലെ തന്നെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും കടലക്കറി ആയാലും ചെറുപയർ ആണെങ്കിലും ഒക്കെ കേട്ടോ അതിൻ്റെ വെള്ളം മാത്രമേ എടുക്കുള്ളൂ. വല്ല സ്പൂൺ വെച്ചാണ്ടേ ആ കറിയും കൂടി അറിയില്ല, അത്ര ഇതിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കാൻ നോക്കൂ കേട്ടോ അതിൻ്റെ വെള്ളം മാത്രം. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ കടലൊക്കെ അരച്ചൊക്കെ ചേർക്കലാണ് കറിക്ക്, എന്നാലും അത് അങ്ങനെയെങ്കിലൊക്കെ പള്ളിയിലേക്കോട്ടെ വിചാരിച്ചിട്ട്. അതേപോലെ തന്നെയാണ് ഇലക്കറികളും പറ്റൂല. അപ്പം ഇങ്ങനത്തെ ഒക്കെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിരോധശേഷി ഉണ്ടാവും. അതേപോലെ തന്നെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അസ്തുരിക്കം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വെള്ളപ്പൊക്കൊക്കെ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനൊക്കെ നല്ലതാണിത്. അപ്പോൾ ശർക്കരയും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കടല അതേപോലെ അവില്. പിന്നെ നമ്മൾ ഞാൻ അതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, വറുക്കണ സമയത്ത് കാണിക്കുന്നുണ്ട്. അരി എടുത്തിട്ടുണ്ടായിന് കേട്ടോ, ഒരു 4 അരിയും കൂടെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അരി നല്ലോണം കഴുകി ഉണക്കി വെച്ചാൽ മതി. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഉണക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും ഞാൻ നല്ല നനഞ്ഞൊരു തുണി വെച്ച് നല്ലോണം തുടച്ച് പൊടിയും ഇതൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ വറുത്തെടുക്കണം, നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോൾ കുറച്ചധികമൊക്കെ ഉണ്ടാക്കണതുകൊണ്ടേ കേടാവാൻ ചാൻസ് ഉണ്ടാവും നല്ലോണം വറുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വറുത്ത് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 അടുപ്പത്തും അങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട്. കടല തന്നെയാണ് കേട്ടോ ആദ്യം നമ്മൾ വറുത്തെടുക്കുന്നത്, 1 കിലോ കടലയാണിത്. അപ്പോൾ ഒരാൾക്കുള്ളത് ആദ്യം ഉണ്ടാക്കി, പിന്നെ മറ്റൊരുക്കുള്ളത് പിന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടും കൂടെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം ഇതന്നെ ഞാൻ ഉണ്ടാക്കി ലാസ്റ്റ് ആയപ്പോൾ സമയം ഒരുപാടായിക്കണം കേട്ടോ. മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ ഞാൻ നിർത്തി വെച്ചതാണ്. പിന്നെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കിച്ചണിക്ക് വന്നിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത് പൊടിച്ചെടുക്കലൊക്കെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എള്ള് കഴുകിയാണ്ട് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെക്കുക, ഒരു അരിപ്പിയിൽ വെക്കുക നല്ലത് കേട്ടോ. എന്നാലത്തെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ചോർന്ന് പോയാണ്ട് വെള്ളത്തിൻ്റെ ആ നനവൊക്കെ ഒന്ന് പോയിട്ട് വറുത്തെടുക്കുകയാണ് നല്ലത്, എന്നാൽ പെട്ടെന്ന് തന്നെ വറവായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിൽ കാണുമ്പം എളുപ്പം കയ്യിനുണ്ടാവും, പക്ഷേ കുറേ സമയം എടുത്തിക്കണം കേട്ടോ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കടല വറുത്തെടുത്തു, പിന്നെ അരി ഞാൻ പറഞ്ഞല്ലോ ഒരു 4 അരി എടുത്തിട്ടുണ്ട്, അതിനുള്ളത് ആ അരി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരടുപ്പത്ത് അരിയും വറുക്കുന്നുണ്ട്, അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ എള്ളും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ പാത്രത്തിൽ. ആദ്യം കടല ഇട്ടിട്ടുണ്ടേനും, അപ്പോൾ കടല അങ്ങനെ വറവായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്ത് പിന്നെ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഓരോന്നോരോന്ന് അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം, അതിൻ്റെ നല്ല ചൂടോടെ അല്ല, കുറച്ചൊന്ന് ആറിയിട്ട് വേണം കേട്ടോ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞങ്ങളപ്പച്ചിൻ്റെ പഴംപൊരി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴമൊക്കെ 2 പീസാക്കി കട്ട് ചെയ്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട്. അതിന് കറണ്ട് അടുപ്പുമ്മൽ അവിടെ പണിയുണ്ട് ബാബുവിന്. ഗ്യാസ് സ്റ്റവ് ഞാൻ അടുത്തേക്കാണ് കേട്ടോ. പിന്നെ വിറകടുപ്പത്തായാലേ നമുക്ക് തീ ഇങ്ങനെ കുറക്കും കൂട്ടും ചെയ്യുമ്പോൾ ഒരു ഗതികേടല്ലേ. അപ്പോൾ ഗ്യാസ്മലാവുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് ഓരോന്ന് അങ്ങനെ ചെയ്യുകയും ചെയ്യാം, 2 അടുപ്പും മാനേജ് ചെയ്യാൻ കഴിയും. എള്ളൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ, എന്നാൽ കരിയും ചെയ്യരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഇതിനൊരു ചെറിയ കയ്പ്പാണ്. അപ്പോൾ കരിഞ്ഞും കൂടെ ചെയ്താൽ ടേസ്റ്റൊക്കെ മാറും കേട്ടോ. അപ്പോൾ കരിയാതെ നല്ല വൃത്തിക്ക് വേണം വറുത്തെടുക്കാൻ. നല്ലോണം അങ്ങനെ പൊട്ടി പൊരിഞ്ഞ് വരൂലേ, അങ്ങനെ ആ പൊട്ടി പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിനും പാടെ വലിയ പാത്രങ്ങൾ വെക്കാൻ അവിടെ കൊണ്ടിട്ട് ഉപ്പുമിട്ട് സ്ഥലമില്ല, ഞാൻ വീഡിയോ എടുക്കും കൂടെ ചെയ്യണതുകൊണ്ട്. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചുണ്ടാക്കി ഇട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് തേങ്ങ നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. തേങ്ങയിലില്ല വെള്ളമൊക്കെ വറ്റണം. തേങ്ങ കഴിയുന്നതും നമുക്ക് ഈ
കൊട്ടത്തേങ്ങ അല്ലേ, കൊപ്ര, വെള്ളം വറ്റിയ തേങ്ങ, അങ്ങനത്തെ തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്കത് കിട്ടിയില്ല കേട്ടോ. ഇത് സാധാ നല്ല മൂത്ത തേങ്ങയാണ്, വെള്ളമൊക്കെ തേങ്ങ തന്നെയാണ്. എന്നാലും ഞാൻ അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ വറുത്തെടുക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അങ്ങനത്തെ കട്ടിയുള്ള ചട്ടിയിൽ വേണം കേട്ടോ വറുത്തെടുക്കാൻ. എന്നാൽ എന്താ അറിയോ, എന്നാൽ അങ്ങനെ കരിയൂല്ല, നല്ല രീതിയിൽ തന്നെ വറവായി കിട്ടും ചെയ്യും. നല്ല ചൂടുണ്ടാവും ആ ചട്ടി. അപ്പോൾ ഫ്ലെയിം ഇങ്ങനെ എന്താ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി. സമയം എടുത്ത് ചെയ്യണം കേട്ടോ. നമ്മൾ ധൃതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊന്നും വേവില്ല, പുറം ഭാഗമൊക്കെ കണ്ടിട്ട് ആവും ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല വൃത്തിക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ സമയമെടുത്ത് ചെയ്യണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇത് ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ നിന്നത്. രാവിലെ നമുക്ക് തിരക്കേക്കാരല്ലോ, കുട്ടികളെ പറഞ്ഞയക്കലും പിന്നെ അതേപോലെ അന്നത്തെ ദിവസം എനിക്ക് വാക്സിനൊക്കെ എടുക്കാൻ പോകണ്ടേനി കേട്ടോ. ഞാൻ ഹെൽത്തിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. നമുക്ക് ലൈസൻസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഇതിന് നിൽക്കാനെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്ര ലേറ്റ് ആയത്. ഇതിപ്പോൾ നമുക്ക് ഓർഡർ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. ഒക്കെ നമുക്ക് അതിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാട്ടോ തേങ്ങ നല്ലോണം വറുത്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഉഷാറായിട്ടുണ്ട്. അതും ഒരു പേപ്പറൊക്കെ വിരിച്ചാണ്ട് അതിക്ക് ഇട്ട് കൊടുത്തണം കേട്ടോ. ഇനിയിപ്പോൾ അവിൽ വറുത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിക്ക് വേണമെങ്കിൽ ചെറുപയറൊക്കെ വറുത്ത് ചേർക്കണമെങ്കിലൊക്കെ ചേർക്കുക. പക്ഷേ ചെറുപയർ ഇങ്ങനെ വറുത്ത് പൊടിച്ചാലും അത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കും. ഈ പല്ലുവേദനയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പല്ലിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങും അത്. അപ്പോൾ ചെറുപയർ ഞാൻ പിന്നെ ഇതിക്ക് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കടല വാവ് തൊലിയൊക്കെ കളഞ്ഞ് തന്നതാണ് കേട്ടോ. ഞാൻ മുറത്തേക്ക് ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് തന്നെ അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാട്ടോ ഇത് കറിവേപ്പിൻ്റെ ഇലയാണ്. കറിവേപ്പിൻ്റെ ഇല നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ, വെളിച്ചെണ്ണയിലാവരുത്. വെളിച്ചെണ്ണയിലായാലും നമ്മൾ പിന്നെ ഇതിന് കാറിയ സ്മെല്ല് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അങ്ങനെ വരും. അപ്പോൾ കുറച്ച് നെയ്യാക്കിയിട്ട് ആ നെയ്യിൽ കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. എന്നിട്ട് പൊടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മുടി കൊഴിച്ചിലും, പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും മുടി കൊഴിച്ചിലും അതേപോലെ നല്ല മുടി കൊഴിച്ചിലില്ലാതെ വെക്കാനും നല്ല കറുത്ത മുടിയാവാനും ഒക്കെ അങ്ങനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇല തന്നെ വേണം കേട്ടോ. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിൻ്റെ ഇല അത് എടുക്കരുത്. നമുക്ക് അതിലൊക്കെ എന്തെങ്കിലും മരുന്നൊക്കെ അടിച്ച് വരുന്നതൊക്കെ കേൾക്കാരം. നമ്മളെ തറവാട്ടിലുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഒക്കെ വറവായിട്ടുണ്ട്, ഒക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഓരോന്നോരോന്ന് അങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. പൊടിക്കുമ്പോഴും അതേപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇപ്പം കടലയാണെങ്കിലും അണ്ടിപ്പരിപ്പാണെങ്കിലും ബദാമാണെങ്കിലും ഒക്കെ എള്ളാണെങ്കിലും ഒക്കെ കേട്ടോ നമ്മൾ അങ്ങനെ ക്രഷ് ചെയ്ത് വേണം ഒന്നിങ്ങനെ പൾസ് ചെയ്ത് അങ്ങനെ എടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ഒന്നായിട്ട് അങ്ങോട്ട് ഹൈ സ്പീഡിൽ ഇട്ടാണ്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്നൊക്കെ ഇങ്ങനെ എണ്ണ കിനിഞ്ഞ് വരും. അപ്പോൾ അത് ആ ജാറിൻ്റെ ബ്ലേഡുമ്പോൾ ഒട്ടിയിട്ട് ശരിക്കും പൊടിയും ഇല്ല, അവിടെ ഒരു നനവ് പോലെ അങ്ങനെ തോന്നും നമുക്ക്. അതിൽ എണ്ണ ഇറങ്ങി വരികയാണ്, അല്ലാതൊന്നുമല്ല, ജാറിങ്ങനെ ചൂടാവുമ്പോൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യട്ടോ. ഇത് കണ്ടോ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടില്ലേ, നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഓരോന്ന് അങ്ങനെ പൊടിച്ച് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത് വളാഞ്ചേരിയിലുള്ള ഒരു ടീമിനാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓരാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് ഓർഡർ തന്നത്. അപ്പോൾ ഓരോ കുട്ടിക്ക് വേണ്ടിയിട്ട് പെൺകുട്ടിയാണ്, അപ്പോൾ ഓരോ കുട്ടിക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പം പ്രത്യേകം പറഞ്ഞതാണ് കറിവേപ്പിൻ്റെ ഇല നിങ്ങൾ ഇടണം കേട്ടോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് പൊടിച്ച് അതൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇതേപോലെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ വെറും കൈയോട് കൂടിയിട്ട് അങ്ങനെ ആക്കണ്ട കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെ ചട്ടക്കൊന്തയിലൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ആക്കാം. ഇത് കേട് വരില്ല, കാരണം ഞാൻ അത് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കുട്ടികൾക്ക്. ഇപ്പോൾ എൻ്റെ ചിഞ്ചുമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഒരിക്കൽ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എപ്പോഴേലൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് കഴിക്കൂര്. കുറേ മുന്നേയൊക്കെ ആ ഒരു കൊറോണ വന്ന ടൈമിലൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ചിഞ്ചുമോളെ മുഖത്തൊക്കെ നന്നായിട്ടുണ്ടായിന് കേട്ടോ, ഒരു വെള്ള പുള്ളി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണോണ്ട് അതൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ പോയത്. അതേപോലെ തന്നെ ഭയങ്കര ക്ഷീണവും അങ്ങനെയൊക്കെ ആയിന്, ബ്ലഡ് കുറവും ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ മാറിയത് ഇതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിന്, ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ശർക്കര പൊടിച്ചും ചേർക്കുക, പക്ഷേ ശർക്കര എത്ര കല്ലില്ലാത്ത ശർക്കരയാണെന്ന് പറഞ്ഞാലും നമ്മളത് ഉരുക്കി നോക്കുമ്പോഴേ നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ, ചെറിയ മണൽത്തരികളോ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉരുക്കിയിട്ട് അരിച്ചാണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ശർക്കര അതേപോലെ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിനല്ലോ, ഇതിക്ക് എത്ര 8-9 അച്ചറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ശർക്കരയും ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഉരുട്ടിയ ബോൾസ് ആവണ ആ ഒരു പരുവത്തിലാക്കിയിട്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബോൾസ് ആക്കണില്ല. ഈ ഒരു നേരമൊക്കെ ആയപ്പോഴത്തേന് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മഗ്‌രിബിൻ്റെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇത് കൊണ്ടുപോയി അവിടെ അടച്ച് വെച്ച് പിന്നെ എൻ്റെ നിസ്കാരവും കാര്യവും നമ്മളെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിക്ക് വന്നിട്ടാണ് കേട്ടോ അതൊക്കെ ബോൾസ് ആക്കി വെച്ചതൊക്കെ. ഇനി ഞാനിത് ബോൾസൊക്കെ ആക്കിയിട്ട് രാവിലെ കാണിക്കാം കേട്ടോ. ഇതാ അതേപോലെ കിട്ടും. ഇത് നമ്മൾ ബോൾസ് ആക്കിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊറിയർ അയക്കുകയാണെങ്കിലും പൊട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ഉറപ്പുണ്ടാവും. അപ്പോൾ ഇതാട്ടോ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു ഓർഡറും കൂടെ ഉണ്ടായിന് കേട്ടോ, കോഴിക്കോട്ടേക്ക് കോഴിക്കോടുള്ളൊരു ആൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അവർക്ക് 25 ബോൾസാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വേറെ എള്ളം എടുത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ 2 എള്ളും മാറ്റുണ്ട് കേട്ടോ. അതാണ് ഒരു എള്ള് നല്ല കറുപ്പുണ്ടേനി, കറുപ്പ് കുറച്ച് കൂടുതലേനി, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണുന്നത് കേട്ടോ. രണ്ടും വേറെ വേറെ കളറിലല്ലേ കാണുന്നത്. അപ്പോൾ ആ എള്ളിൻ്റെ കറുപ്പ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ കാണുന്നത്. അല്ലാതെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഒരേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ലേബലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ലേബലൊക്കെ അടിച്ച് കിട്ടിയിട്ട് വേണം. അപ്പോൾ താൽക്കാലികം നമ്മളിപ്പോൾ അതേപോലെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് ആ ബോട്ടിൽ ഇട്ടുകൊണ്ട് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ബോട്ടിലാക്കുന്നത് വളാഞ്ചേരിയിലെ ഒരുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് എല്ലാ വീഡിയോസും കാണലുണ്ട് നിങ്ങളതെന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഒരു ഓർഡർ തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് ഫുഡ് സെയിൽ ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ, ഫസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഓർഡറാണ്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. പൈസ എത്രയോ ആയിക്കോട്ടെ, നിങ്ങൾ ഇടാൻ പറ്റുന്ന നട്ട്സും കാര്യങ്ങളൊക്കെ ഇതിക്ക് ചേർക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ, സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ചേർക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ സ്വീറ്റ്സൊന്നും പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയത് ഇതന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിന് ഇങ്ങനെ ബദാമും അണ്ടിപ്പരിപ്പും എള്ളും കടലയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ ഇതിങ്ങനെ സീൽ ചെയ്യണ സംഭവമൊന്നും നമ്മളടുത്തില്ല, എന്നാലും ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ടേ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മളൊരു തുടക്കമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഇതേപോലെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്മൾ ബൗകാക്കൂൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. ഇപ്പോൾ ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പറഞ്ഞത് 25 ബോൾസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മറ്റാൾ പറഞ്ഞത് അവർക്ക് 1 കിലോ എള്ളും 1 കിലോ കടലയും അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ 200 ഗ്രാം വീതം അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഒന്നിവിടെ പൊട്ടിക്കല്ല് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കേട്ടോ, അത് കൊറിയർ അയക്കണ്ട, നമുക്ക് കൊണ്ടേ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടേ കൊടുക്കും, നമുക്ക് അങ്ങനെ പാക്ക് ചെയ്യണ്ട. എന്നാലും ഇതേപോലെ ബോൾസൊക്കെ ആക്കിയാണ് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്, അതങ്ങനെ കൊണ്ടേ കൊടുക്കാനുള്ളതാണ് കേട്ടോ. പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൊറിയർ അയക്കുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ ശരിക്ക് കിട്ടൂല എന്നൊക്കെ. അപ്പം ഞാൻ ഇതേപോലെയൊക്കെ ബോൾസൊക്കെ ബോട്ടിലാക്കിയിട്ട് അതിൻ്റെ മേലെ ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ചാണ്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അടപ്പൊന്നും പോരാതെക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് അയച്ചാൽ നാളെ കിട്ടും കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കിട്ടലുണ്ടോ? ഞാനിപ്പോൾ ഈ നമ്മളെ വിന്നർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കലുണ്ടല്ലോ, അതൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് അയച്ചാൽ നാളെ കിട്ടലുണ്ട്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം നമ്മളെ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവരും ഒരു വീഡിയോ ഇട്ടുതന്നിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കുകൊണ്ട് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കൂട്ടുകാരെ കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയും ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നാലുള്ള YT സ്റ്റുഡിയോയിൽ ടോപ്പ് കമൻറ്റിൽ വരിക. ടോപ്പ് കമൻറ്റിൽ വരുന്ന ഓരോരുത്തർക്കും നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓരോ മാസം അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. അത് ഒരു വീഡിയോക്ക് തന്നെ ഒരുപാട് കമൻറ്റ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് അത് നോക്കൂല കേട്ടോ. ഒരു വീഡിയോ ആണെങ്കിലും ആ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ ആ വീഡിയോൻ്റെ അഭിപ്രായങ്ങളാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതേണ്ടത്. അല്ലാതെ വെറുതെ ഹായ് കൂയി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ പരിഗണിക്കൂല കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഇത് നമുക്ക് വളാഞ്ചേരിക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ 3 ബോട്ടിലുണ്ട്. ഒരു ബോട്ടിൽ പകുതി ഉള്ളൂ, എന്നാലും ഞാൻ അതിൽ ഫോയിൽ പേപ്പർ വെച്ചാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുക, ആ ബോൾസൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലേക്ക് ആക്കിയിട്ട് അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ കൊണ്ടുപോയാൽ 4 മണിക്കാണ് കേട്ടോ ഇവിടെ കൊറിയർ ഓഫീസിലത്തെ വണ്ടി വരിക. അപ്പോൾ ആ വണ്ടി വന്നാൽ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകും സാധനം. അപ്പോൾ ഇന്ന് ചിലപ്പോൾ കിട്ടലുണ്ടാവില്ല, നാളെ തന്നെ ആവും കിട്ടുക.
അതേപോലെ കോഴിക്കോട്ടേക്കുള്ളതും ബോക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരിത് ഞാൻ പറഞ്ഞല്ലോ, അത് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ ചെയ്യുക വീട്ടിലേക്ക്. ഞാനും ബാവും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ അത് ഞാൻ കൊറിയർ ഓഫീസിലൊക്കെ കൊണ്ടുപോയാണ്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് ഗിഫ്റ്റ്. ഗിവ് അവേ ഗിഫ്റ്റ്.